എന്നാ വേണ്ട എന്താണ് സംഭവം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒരു സാധനം തന്നാൽ മതി. ശബ്ദം കേൾക്കും അത്രയും ദൂരം. ഇത് പോലീസ് SP-ക്ക് കിട്ടിയ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതിയാണ്. അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ പരാതി പറയുന്ന കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, താമസത്തിൻ്റെ കാര്യത്തിൽ, പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന കാര്യത്തിൽ, അവരുടെ മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കാര്യങ്ങളിലെല്ലാം, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിമേൽ നടത്തിയ അന്വേഷണമാണ് കുറേ കാര്യങ്ങൾ അതിൽ ശരിയെന്നുള്ള നിലയ്ക്ക് ബോധ്യപ്പെട്ട് വിശദീകരണം ചോദിച്ച് കത്ത് കൊടുത്തു, തിരുത്താനുള്ള സമയം കൊടുത്തു. പക്ഷേ അതിലെല്ലാം വേണ്ട രീതിയിലൊരു മാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഞങ്ങളിത് കളക്ടറുമായിട്ടും പോലീസ് അധികാരിയായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന അടിയന്തരമായിട്ട് കുട്ടികളെ മാറ്റി പാർപ്പിക്കുക, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കട്ടെ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതിലെല്ലാം ഈ കുട്ടികളുടെ പരാതി എന്നുള്ളതിനപ്പുറമായിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന വഴി അത് നിയമം അനുശാസിക്കുന്ന വഴിയിലല്ല. പക്ഷേ ചിലപ്പോൾ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ അങ്ങനെ കൊണ്ടുവരേണ്ടി വന്നേക്കാം. പക്ഷേ അതിന് കാലതാമസം കൂടാതെ തന്നെ അതിനെ നിയമപരമാക്കണം. ഇപ്പോൾ 2-2.5 മാസമായിട്ട് ഇവിടെ നിൽക്കുമ്പോഴും അത്തരത്തിലൊരു സംഗതി ഉണ്ടായിട്ടില്ല. തിരുത്താൻ കൊടുത്ത അവസരത്തെ അവർ വേണ്ട രീതി വിനിയോഗിച്ചില്ല എന്നൊരു പരാതി ഞങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പരിശോധന ഉണ്ടാകുന്നത്. അപ്പോൾ ബാലാവകാശ കമ്മീഷനും ഈ പരാതികൾ ചിലത് ശരിയെന്ന് കണ്ടെത്തി ജില്ലാ ഓഫീസറുടെ പരിശോധന, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ പരിശോധന ഒക്കെ വന്നപ്പോഴും ഇതിലുള്ള കുറവുകൾ കണ്ടെത്തി തിരുത്താനുള്ള സമയം കൊടുത്തിട്ടും ഉണ്ടായില്ല. എന്നാൽ ഈ കുട്ടികളെ മാറ്റുന്നതുമായി ബന്ധിപ്പിച്ചുള്ള നടപടികൾക്കായിട്ട് ഇന്നലെ വരുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ആദ്യ പരിശോധനയിൽ കണ്ട കുട്ടികളുടെ എണ്ണം കുട്ടികളിപ്പോൾ ഇല്ല. ആദ്യം 32 ആൺകുട്ടികളുണ്ടായിരുന്നതിൽ ഇപ്പോൾ 19 പേര്. ആദ്യം 24 പെൺകുട്ടികളുള്ളതിൽ ഇപ്പോൾ 9 പെൺകുട്ടികൾ. ബാക്കിയുള്ളവർ ഇതിനിടയ്ക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. ആ മാറ്റിയ കുട്ടികൾ ആരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. അതിൽ ചിലരെങ്കിലും ഞങ്ങൾക്ക് ആദ്യ പരിശോധനയിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധിപ്പിച്ച് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയൊരു പരിശോധനയ്ക്ക് അന്വേഷണത്തിനായിട്ട് സാധ്യമാകാത്തൊരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. എന്തായാലും ബാലാവകാശ കമ്മീഷനായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി മാറ്റണം എന്നുള്ള പ്രോസസ്സിൽ ഇപ്പോൾ ചില തടസ്സങ്ങളൊക്കെ വന്നു. എന്തായാലും പോലീസോട് കൂടി ഇടപെട്ട് ഇപ്പോൾ മാറ്റുന്ന സ്ഥിതിയുണ്ട്. 9 പെൺകുട്ടികളെയും ഞങ്ങൾ തിരുവല്ല നിക്കോൾസിലേക്ക് മാറ്റുന്നുണ്ട്. ബോയ്സ് 19 പേരെ നിർത്താൻ നമുക്കിവിടെ അത്ര മെച്ചപ്പെട്ട സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൂടിയ മെച്ചപ്പെട്ട അവസ്ഥ കൊല്ലം CWC ചെയർമാനുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടുത്തെ ബോയ്സ് ഹോമിലേക്ക് ഈ 19 ആൺകുട്ടികളെയും മാറ്റം ചെയ്യുന്നു.